ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എ റിവ്യൂ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ എക്കാലം കാത്തിരുന്ന ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി L2 എമ്പുരാൻ, ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ L2 എമ്പുരാൻ എന്ന സിനിമ കാണാൻ ഇന്ന് 9:30 ഷോന് ബുക്ക് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ വലിയ പണിയായിരുന്നു എനിക്ക് കിട്ടുക. അതിൻ്റെ കാര്യം ഞാൻ സിനിമയുടെ അഭിപ്രായം പറയാൻ എൻ്റെ ഇടയ്ക്ക് ഇടാം. ഇന്ന് പത്മയിലാണ് ഞാൻ കാണാൻ പോകുന്നത്. ഇത് നോക്കി. അപ്പം ഇവിടെ നിന്ന് നേരെ തിയേറ്ററിലോട്ട് ഇപ്പം തന്നെ പോകാൻ നിൽക്കുവാണ്. ഗായ്സ്, അങ്ങനെ പത്മ തിയേറ്ററിലെത്തി. 9:30 ഷോ. ഞാൻ കവിതയിൽ ലാലേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കവിതയിൽ വെച്ച് കണ്ടു. പടത്തിനെങ്ങും ഗംഭീര റെസ്പോൺസ് തന്നെയാണ്. പ്രതീക്ഷിച്ച പോലെ കൊലകൊലിയ റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് പടത്തിന്. നമ്മുടെ ഷോ ടൈം 9:30 ഉച്ചയ്ക്ക് റിവ്യൂ വരുന്നതായിരിക്കും, അതുവരെയ്ക്ക് വെയിറ്റ്. ഭയങ്കര തിരക്കാണ്, ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന ഒടുവിൽ സിനിമ കൊണ്ടുപോയി വീട്ടിലെത്തി. ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി, നമ്മളിവിടെ ഇത്ര നാളത്തെ കാത്തിരുന്ന സിനിമ L2 എമ്പുരാൻ, ലാലേട്ടൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ L2 എമ്പുരാൻ എന്ന സിനിമ ഉണ്ടെങ്കിൽ എത്തിയുള്ളൂ വീട്ടിൽ. എങ്ങനെയുണ്ടെന്ന് പറയുകയാണെങ്കിൽ സിനിമയുടെ റിവ്യൂ എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ സിനിമയ്ക്ക് ഫാൻ ഷോക്ക് ടിക്കറ്റ് എടുക്കാനാണ് ഞാൻ നോക്കിയത്. ഫാൻ ഷോക്ക് പക്ഷെ ഹാർഡിലൊക്കെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ ഒടുവിൽ ഞാൻ വനിതയെ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ബുക്ക് മൈ ഷോയിൽ സെർവർ ഡൗൺ ആയിപ്പോയി. എന്നാ അവസ്ഥയായിരുന്നു. അവസാനം തലനാഴിക്ക് എനിക്ക് പട്മേലെങ്കിലും കിട്ടി. എന്നാലും കുഴപ്പമില്ല. ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പട്മേൽ ഇന്ന് കണ്ടപ്പോൾ തന്നെ കാര്യം പറയാനല്ലോ, ഫാൻ ഷോ കണ്ട അതേ ഫീലാണ്. ചുരുക്കി ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാമല്ലോ എനിക്ക് പടം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. പറയുകയാണെങ്കിൽ ഒരു പക്ക കിടിലൻ തിയേറ്റർ സ്റ്റഫ് തന്നെ, ഒന്നും പറയാനില്ല. ഇതിൽ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ലാലേട്ടനും പൃഥ്വിരാജും രണ്ടുപേരുടെ സ്ക്രീൻ പ്രസൻസ് ഒരു അന്യായമാണ്, ഒന്നും പറയാനില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ട് സെറ്റാണ്. ഒരു വളരെ കിഡിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും. പിന്നെ ദീപക് ദേവിൻ്റെ മ്യൂസിക് BGM ഒക്കെ വേറെ ലെവലും പറയാം. ഈ സിനിമയുടെ ആദ്യ പകുതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ പകുതി എനിക്ക് അത്യാവശ്യം ഇത്തിരി സ്ലോ പേസ് ആണെങ്കിലും എന്നാൽ അത്ര ബോറടി തോന്നാത്ത നല്ലൊരു ഒരു എന്തോ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ആദ്യ പകുതിയായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ഗംഭീര ആദ്യ പകുതി എന്ന് എനിക്കെടുത്ത് പറയാം. ഈ സിനിമയിൽ ഈ ഫസ്റ്റ് ഹാഫിലാണ് ലാലേട്ടൻ്റെ ഇൻട്രോ. തിയേറ്ററിൽ കുലുക്കി, ആകെപ്പാട് മൊത്തം കുലുക്കി എന്ന് പറയാം. എന്താ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഒരു ഒന്നൊന്നര ഇൻട്രോ ആയിരുന്നു. അതുപോലെ ഇൻ്റർവൽ സീനും നൈസായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് ഒരു വേറെ ലെവല് അടുത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു രീതിയിൽ അവസാനിപ്പിച്ച് വെച്ചൊരു ഇൻ്റർവൽ സീനായിട്ട് എനിക്ക് തോന്നി. പിന്നെ അല്ലേ സെക്കൻഡ് ഹാഫ്, രണ്ടാം പകുതി ഒരു രക്ഷയില്ല. ഏറ്റവും സ്കോർ അടിച്ച രണ്ടാം പകുതിയാണ് ഈ പടത്തിൽ. ആദ്യ പകുതിനേക്കാളും മികച്ച ഗംഭീര രണ്ടാം പകുതി. എന്താണല്ലോ പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരു രക്ഷയില്ല. ലാലേട്ടനായിട്ട് പൃഥ്വിരാജ് സാറായിട്ട് പൊന്നോ, രണ്ടുപേരും ഫൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു മോശമില്ല. ചില സമയത്ത് നമുക്കൊക്കെ നല്ലൊരു ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ രണ്ട് കൊടുക്കണമെന്നൊന്നും തോന്നിയ അങ്ങനത്തെ ഒരു കിഡിലൻ ഒരു ഓവറ ഒരു ഹൈ മൊമെന്റ് നൽകിയൊരു ആക്ഷൻ സീക്വൻസ് ആയിരുന്നു പടത്തിൽ. എന്താ പറയാ. പിന്നെ ക്ലൈമാക്സ് എടുക്കുന്ന ടെയിൽ എൻഡിങ് സീനൊക്കെ എൻ്റെ പൊന്നോ, ഒരു കിഡിലം. എല്ലാവർക്കും അറിയാലോ ഈ സിനിമയുടെ തേർഡ് പാർട്ട് കൂടി ലീഡ് കൊടുത്തിട്ടാണ് സിനിമ അവസാനിപ്പിക്കണമെന്ന്. കൂടുതൽ പറഞ്ഞ് ഞാൻ അധികം സ്പോയിലാക്കുന്നില്ല. ഈ പടത്തിന് എന്തായാലും പക്ക തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ഐറ്റമാണ്. ഒരു വിഷ്വൽ ട്രീറ്റാണ്. പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ എടുത്ത ഈ സിനിമ ഒരു പക്ക ഒരു ഫാൻ ബോയ് പടമാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി. എന്നെ സംബന്ധിച്ച് എനിക്ക് എമ്പുരാൻ എനിക്ക് ഒട്ടും നിരാശപ്പെടുത്തിയില്ല. കാരണം
എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയുടെ ഹൈപ്പ് കാരണം നല്ല പേടി തോന്നി. കാരണം ഈ പടം പ്രതീക്ഷ എടുത്തില്ല, നിരാശപ്പെടുത്തുമെന്നുള്ളൊരു എനിക്ക് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പടത്തിന് അപ്പുറം കിട്ടുന്നവരെ എനിക്ക് ഉള്ളിൽ ചെറിയ ടെൻഷനായിരുന്നു ഈ പടം എങ്ങനെ റെസ്പോൺസ്. കാരണം ഇതിനെങ്കിലും എന്താ പ്രതീക്ഷിച്ച ആ ലെവലെത്തിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റവന്മാരുടെ ഫാൻസ് ഇരുന്നില്ല, മമ്മൂക്കയുടെ ഫാൻസ്. മമ്മൂക്ക എന്ന ആക്ടറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടന്നത്, ഒരു വലിയ മഹാനടനാണ്. പക്ഷേ ആ മഹാനടന് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്ന തൊട്ടി ഫാൻസുകൾ കുറേ എണ്ണം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ സിനിമയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ പടത്തിന് പോസിറ്റീവ് കിട്ടിയപ്പോൾ അവന്മാർക്ക് വാശിയാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഞാനിന്ന് രാവിലെ കണ്ടത്. ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ചിലയിടത്തൊക്കെ ഒരുമാതിരി അനാവശ്യ ഡീഗ്രേഡിങ് കൊടുക്കുക. പടം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല, എന്നിട്ടൊക്കെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. പടം കണ്ടു കഴിഞ്ഞില്ല, പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന മുന്നേ അവന്മാർ നെഗറ്റീവ് ചെയ്യാൻ തുടങ്ങി. അതെന്താണെന്ന് അറിയില്ല. പടം കണ്ടിട്ട് അല്ലേ പടം എങ്ങനെയൊന്ന് വിലയിരുത്തുന്നത്. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് ഡീഗ്രേഡ് ചെയ്യണം ഈ പടത്തിന്. എന്ത് കാര്യത്തിന്? ഒരു കാര്യമില്ല. ഇത് എത്ര ഡീഗ്രേഡ് അടിച്ചാലും ഞാനിതേ എടാ സോഷ്യൽ മീഡിയ കിടന്ന് ഡീഗ്രേഡിങ് ഗുണാപ്പിക്കണം നിൻ്റെ അടുത്തൊക്കെ ഞാനീ പറയണം. ഇതൊക്കെ നീയൊക്കെ എത്ര ഡീഗ്രേഡിങ് അടിച്ചാൽ ഈ പടത്തിന് ഏൽക്കൂലടാ. ഇത് ഓൾറെഡി പോസിറ്റീവ് തന്നെ കിട്ടിയിരിക്കണം. ഇത് കൊണ്ടുപോകും, കൊല തൂക്കടിക്കും ഈ പടം. ആണ് സെക്കൻഡ് ഹാഫ് കൊണ്ട് പടം കൊല്ലിയതായി പടം, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഫാൻ ഷോക്ക് പോയി കണ്ട് അമിത പ്രതീക്ഷ കൊടുത്ത് കണ്ട ചിലവർ ഇത് കിടന്ന് ഒരു പടം ഓക്കെയാണ്, ഒരു ആവറേജ് അങ്ങനെ കിടന്ന് ചില പറയും. കാരണം അത് അവരുടെ അമിത പ്രതീക്ഷ കൊടുത്ത് പോയി കണ്ടത് കൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ അവർക്ക് ആ സിനിമ വർക്കാവാത്തത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കണ്ടിട്ടിപ്പോൾ അവരും കണ്ടപ്പോൾ അങ്ങനെയാണ് ചിലത് പറഞ്ഞത്. ഈ സിനിമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈപ്പുള്ള സിനിമയാണ്. ആ ഹൈപ്പിന് ഒത്തിരി പടം അത് ഞാൻ എടുത്ത് പറയും. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരുപാട് ഹൈ ലെവൽ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. കൈയടിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ആ ഒരു ഒറ്റ കാര്യം പ്രതീക്ഷിച്ച് മാത്രം ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കയറുന്നുണ്ടോ. ഫാമിലിക്കായിട്ട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതേപോലെ തനിച്ചായിക്കോട്ടെ, ആരായിട്ട് പോയി കാണാനാണെങ്കിലും ഈ പറഞ്ഞ കിഡിലെ ഹൈ മൊമെൻറ്റ്സ് ഉണ്ടെന്ന് ആകെ പ്രതീക്ഷിച്ച് പോയി ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതി. നിങ്ങൾക്ക് കൈയടിച്ച് ഇറങ്ങേണ്ടി വരുമെന്നല്ല ഉറപ്പാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ പടം മോശം തിയേറ്റർ അനുഭവം എന്ന് പറയത്തില്ല. ഒരിക്കലും നിങ്ങളിത് മോശമെന്ന് പറയത്തില്ല. പിന്നെ ഇത് അമിത പ്രതീക്ഷ കൊടുത്ത് പോയി കാണരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇത് എനിക്ക് നിരാശപ്പെടുത്തിയില്ല ഈ സിനിമ. സത്യം പറഞ്ഞാൽ ഞാനൊരു ഒറ്റ ഹോപ്പേ ഉള്ളൂ. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടറിൽ നിന്ന്, അതായത് ലൂസിഫർ എന്ന സിനിമ എത്ര വേറെ ലെവലിൽ എത്തിച്ച ഒരു നടനിൽ നിന്ന് ഞാൻ ആ ഒരു ഹോപ്പ് വെച്ച് പോയി കണ്ടത് കൊണ്ട് മാത്രം എനിക്ക് പടം നന്നായിട്ട് വർക്കായി. ഉള്ള കാര്യം പറയാമല്ലോ, ഒരു കിടിലൻ തിയേറ്റർ അനുഭവം തന്നെയാണ്. പിന്നെ ഇത് എന്താ പറയുക, ഈ പടത്തിൻ്റെ മേക്കിങ്ങും എല്ലാം കൊണ്ട് പൃഥ്വിരാജ് വളരെ എക്സിക്യൂട്ടീവ്, വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ബാക്കിയുള്ളവരുടെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൃഥ്വിരാജും ലാലേട്ടനും ഉൾപ്പെടെ ബാക്കി എല്ലാവരും തകർത്തെന്ന് പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റോള്. ലൂസിഫർ നന്നായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതലൊരു സ്ട്രോങ് ആയ ക്യാരക്ടറിൽ ചെയ്യാൻ തോന്നിയ റോൾ ഇതിൽ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും മഞ്ജു ചേച്ചി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും അവരുടെ റോള്, എല്ലാ കാസ്റ്റും അവരുടെ റോള് നന്നായി കൈവച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്തും നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ബാക്കി എല്ലാവരും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും, പിന്നെ സായികുമാറും പിന്നെ ശിവജി ഗുരുവായൂരും എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്ന്. അവർ രണ്ടുപേരും പ്രത്യേകിച്ച് കൊള്ളായിരുന്നു. അവർക്ക് സ്പേസ് കുറവാണെങ്കിലും അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഈ പടത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവുന്നില്ല. പിന്നെ കുറേ ഇത്തിരി സർപ്രൈസിങ് ആയ സംഭവങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നില്ല. അങ്ങനെ സ്പോയിലായി പോകും. ഞാൻ ഒരിക്കലും സ്പോയിൽ ചെയ്യില്ല. ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് പോയി കാണാം. ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മമ്മൂട്ടി, ഈ പറഞ്ഞ മറ്റവന്മാരുടെ ഫാൻസൊക്കെ ഉണ്ടല്ലോ, ഈ ഡീഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ കണ്ട ക്യാമിയോസ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് സ്പോയിൽ ചെയ്യും. അവരെല്ലാം ഇവിടുന്ന് ഫേസ്ബുക്കിൽ വല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന മുന്നേ എൻ്റെ പൊന്നു മക്കളെ ധൈര്യമായിട്ട് പോയിട്ട് വേഗം പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഞാൻ പറയണം.
ഞാനെന്തായാലും സ്പോയിൽ ചെയ്യില്ലേ പടത്തിന് ഒരിക്കലും. എനിക്ക് ഒരു കാര്യം പറയാം, ഈ പടം കൈയടിച്ച് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റുന്ന വേറൊരു അനുഭവം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ 2 ആഴ്ച മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ഈ പടം എങ്ങാനും റിലീസ് മാറ്റിയിരുന്നെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസിനെ തെറി വിളിക്കാൻ കുറേ പേര് ഓങ്ങി വെച്ചെന്ന് ഞാനും മനസ്സുകൊണ്ടും നല്ല അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട് നല്ല പച്ച തെറി ഞാൻ വിളിക്കുമായിരുന്നു. കാരണം ഒരു പടം കാണാൻ മൂടിയിരിക്കുമ്പോൾ ഇവർ കിടന്ന് ഓരോ കാണിച്ചു കൂട്ടിയിരുന്നെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു എൻട്രി. പുള്ളി ആ പടം ഏറ്റത് കൊണ്ട് കറക്റ്റ് ദിവസം റിലീസ് ചെയ്യുകയും ചെയ്തു. താങ്ക് യു സാർ, താങ്ക് യു. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പടം ഇന്ന് എത്തൂല്ലായിരുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു പൃഥ്വിരാജ് സാറ്. ഞങ്ങളുടെ ലാലേട്ടന് കുറേ നാൾക്ക് ശേഷം ഒരു ഹൈപ്പിന് വന്നൊരു സിനിമ, ഒരു ലാലേട്ടൻ്റെ ഹൈപ്പിന് വന്ന സിനിമയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ പൃഥ്വിരാജ് അദ്ദേഹത്തിന് നന്നായിട്ട് പണി ചെയ്യാൻ അറിയാം. പുള്ളി നന്നായിട്ട് പണി വെച്ചെടുക്കുക, പുള്ളിക്ക് നന്നായിട്ട് പണി അറിയാം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. അത്ര സത്യം പറഞ്ഞാൽ ലാലേട്ടന് 3 ഈ ഹൈപ്പിനകത്ത് വലിയ സിനിമ 3 സിനിമകൾ ഫാൻസുകാർക്കാണെങ്കിലും സാധാ പ്രേക്ഷകർക്കും നിരാശപ്പെടുത്തിയതാണ്. എന്നെയും അത്യാവശ്യം നിരാശപ്പെടുത്തിയ സിനിമകളാണ് ഒടിയൻ, മരക്കാറ്, മലൈക്കോട്ടെ വാലിബൻ. പക്ഷെ ഇത് 3ഉം എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ഓക്കെ ഫീല് മാത്രമല്ലാണ്ട് വേറൊന്നുമില്ല. ഏറ്റവും ഞാൻ ലാലേട്ടൻ്റെ കരിയറിൽ ഏറ്റവും അമിത പ്രതീക്ഷ കൊടുത്ത് പോയി കണ്ട ഒടിയനാണ്. പക്ഷെ അതും അന്നും നിർഭാഗ്യവശാൽ അന്നും നിരാശപ്പെടുത്തിപ്പോയി. അത് പറഞ്ഞുള്ളത് ഞാൻ പോയിരുന്നില്ല, എന്തെങ്കിലും ലീവിറ്റ്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. പക്ഷെ ആ സിനിമ തൊട്ട് ലാലേട്ടനും പിന്നെ ലൂസിഫർ എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ ഇറങ്ങിയ സിനിമ ഒന്നും ഇട്ടിമാണി അത്യാവശ്യം തിയേറ്ററിൽ ഹിറ്റായി എങ്കിലും അതിന് ശേഷം ലാലേട്ടൻ ഇറങ്ങിയ ഒരു സിനിമയും പച്ച പിടിച്ചില്ല. ലാലേട്ടൻ്റെ കുറേ 2020-2021 ലാലേട്ടൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് ആ പൊട്ടിന്ന് വിചാരിച്ചിട്ട് കിടന്ന ഈ ഫാൻസർ കുറേ ലാലേട്ടനെ കളിയാക്കിയും പുച്ഛിച്ചും ട്രോൾ ചെയ്ത് കുളിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ കിടന്ന്. അന്നേരം എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം കണ്ടിട്ടും. അന്നേരം എനിക്ക് ഒരു ഭാഷ ഉണ്ടെന്നുള്ളൂ, ലാലേട്ടൻ അദ്ദേഹത്തിന് ഒരു ദിവസം വരുമെന്നുള്ളൂ. ഇതാണ് ആ ദിവസം. ഹീസ് ബാക്ക്, ദ കിങ് ഈസ് ബാക്ക്. മോളിവുഡിലെ രാജാവ്, മലയാളത്തിൻ്റെ ഒരേ ഒരു രാജാവ് ഒരു ഗംഭീര തിരിച്ചു വരവ് വന്ന ദിവസമാണായിരുന്നു. ഇതൊക്കെ നീയൊക്കെ എത്ര നെഗറ്റീവ് അടിച്ചാലും ഏക്കൂലടാ. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് ഞാൻ പോസ്റ്റ് കണ്ട ഒരുത്തനുണ്ട്, GK കൃഷ്ണമൂർത്തി. മമ്മൂട്ടി ഫാനാണ്, മമ്മൂക്ക ഫാനാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. എന്ന് വെച്ചാൽ മമ്മൂക്കേനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറയുമോ? എനിക്ക് മമ്മൂക്കേനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കയുടെ എത്ര നല്ല ഗംഭീര സിനിമ കണ്ടിട്ട് മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളും കൂടിയാണ് ഞാൻ. പുള്ളിയുടെ നല്ല സിനിമ ഉണ്ടെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവന്മാരാണെങ്കിലോ മോശം, ഇതിപ്പോൾ ഏത് മോശം വന്നാലും അതിനെ നല്ലതെന്ന് പറയും. അങ്ങനെയൊക്കെ അടുത്തത് ഇതൊക്കെ പറയാം. പക്ഷേ എമ്പുരാൻ സിനിമ ഞാൻ തള്ളി മറിച്ച് പറയണമല്ല, പോസിറ്റീവ് റെസ്പോൺസൊക്കെ കിട്ടിയെന്ന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ പടം കയറി കണ്ടത്. എനിക്കും പടം ഞാൻ വർക്കായതാണ്. നല്ല കയ്യടി കൊണ്ട് തിയേറ്ററിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു കിടിലം അനുഭവം തന്നെയാണ്, ഒരു മസ്റ്റ് വാച്ച് അനുഭവം തന്നെയാണ് തിയേറ്ററിൽ. ഇതൊക്കെ ലൂസിഫർ തിയേറ്ററിൽ കാണാത്തവർ ഇത് മസ്റ്റായിട്ട് എന്തായാലും പോയി കാണും. നീ ലൂസിഫർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോ. എന്താണ് കുറേ പേര് ഇനി കുറേ പേര് കിടന്ന് ഡീഗ്രേഡിങ് ചെയ്ത് കാണാൻ ഈ സ്പോയിൽ ചെയ്യുന്ന മുന്നേ എൻ്റെ പൊന്നെ മക്കളെ വേഗം പോയി ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ. ഞാൻ ഉള്ള കാര്യം പറയണം. അപ്പം അത്രേ ഉള്ളൂ. എമ്പുരാൻ എന്ന സിനിമയ്ക്ക്, അതായത് ലൂസിഫറിൻ്റെ 2ാം ഭാഗം L2 എമ്പുരാൻ എന്ന മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്ന മുന്നേ ഒരു കാര്യം പറയാം. ലാലേട്ടൻ ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നൊരു തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ
തുടരുന്ന സിനിമയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം. ഇപ്പം തുടരുന്ന ട്രെയിലർ കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എമ്പുരാൻ്റെ റിവ്യൂവിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഫുലാൻ.